ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു സമയമാണല്ലോ. വെളുപ്പിനെ 3-നും 4-നും ഇടയ്ക്കുള്ള സമയം. ആ ഒരു സമയത്ത് വെച്ചാലും ഫലസിദ്ധി അത്രയും ഫാസ്റ്റ് ആയിരിക്കും. പച്ചക്കർപ്പൂരവും ധനവരവും. ക്രൈസ്തവ വിശ്വാസിയും ഹിന്ദു വിശ്വാസിയും അതിലുപരി ഈശ്വര വിശ്വാസിയുമായ എലിസബത്ത് ABCയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ നമ്മൾ മലയാളീസ് അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസപ്രകാരം എല്ലാവരും ചെയ്യുന്ന ഒരുപാട് ആചാരങ്ങളുണ്ട്. അതിൽ പച്ചക്കർപ്പൂരത്തിന് ഭയങ്കര പ്രാധാന്യമാണ്. പണപരവ് കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ ദോഷങ്ങൾ മാറും, സാമ്പത്തികത്തിൻ്റെ ബ്ലോക്കേജ് മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു മെൻ്റൽ ബ്ലോക്ക് മാറ്റുന്നതാണോ? ശരിക്കും പൈസ വരുമോ? ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രദീപ് ജി, നമ്മൾ റിലീജിയസ് ആയിട്ട് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു ധൈര്യം എന്നുള്ള അതും കൂടെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത്. ശരി. പിന്നെ പച്ചക്കർപ്പൂരം വെക്കുമ്പോൾ 4 പ്രധാന സ്ഥലങ്ങളിലാണ് നമ്മൾ കർപ്പൂരം സൂക്ഷിക്കേണ്ടത്. എവിടെ സൂക്ഷിക്കുന്നത്? അത് ആദ്യത്തേത് നമ്മുടെ പൂജാമുറിയിൽ, പിന്നെ നമ്മുടെ അടുപ്പ് ഇരിക്കുന്ന സ്ഥലത്ത്, പിന്നെ നമ്മുടെ പ്രധാന വാതിലിൻ്റെ കട്ടില എന്ന് പറയുമല്ലോ, അവിടെ നമ്മൾ കർപ്പൂരം ഒരു കുറിയായിട്ട് തൊടുക. പച്ചക്കർപ്പൂരം കുറിയായിട്ട് തൊടുകയാണോ സൂക്ഷിക്കുകയാണോ വേണ്ടത്? നമ്മുടെ കട്ടില എന്ന് പറയുന്നത് നമ്മുടെ മഹാലക്ഷ്മി വസിക്കുന്ന സ്ഥലമെന്നാണ് ഹൈന്ദവ ആചാരപ്രകാരം പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ കർപ്പൂരവും മഞ്ഞളും പനിനീരും കൂടെ ചേർത്ത് അത് മിക്സ് ചെയ്തിട്ട് അതൊരു അവിടെ ഒരു കുറി പോലെ തൊട്ട് വെക്കുകയാണ് ചെയ്യാറ് സാധാരണ. ഈ പച്ചക്കർപ്പൂരം, ചന്ദനം, സിന്ദൂരം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഈ കട്ട്ലയുടെ മുകളിൽ, പിന്നെ അതുപോലെ തന്നെ കിച്ചണിൽ, പൂജാമുറിയിൽ, നമ്മൾ ഈ വിളക്കുകളിൽ എന്നൊക്കെ പറയുന്നുണ്ട്. പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത്, പേഴ്സിൽ, അലമാരയിൽ എന്നൊക്കെ ഇത് ശരിക്കും എത്രത്തോളം നമ്മൾ ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ പറ്റും പണവരവിനെ? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പേഴ്സിൽ നമ്മൾ പണം സൂക്ഷിക്കുന്നത് മിക്ക ആളുകൾ, പിന്നെ അതുപോലെ അലമാരികളിൽ, അവിടെയൊക്കെ ഈ പണത്തോട് ചേർന്നിട്ട് കർപ്പൂരം സൂക്ഷിക്കുമ്പോൾ പണം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. അപ്പോൾ മഹാലക്ഷ്മിക്ക് സുഗന്ധം ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ സുഗന്ധിപ്രിയ തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിന് ഈ പണത്തോട് ചേർന്ന് നമ്മൾ കർപ്പൂരം സൂക്ഷിക്കുമ്പോൾ, കർപ്പൂരത്തിന് അറിയാമല്ലോ നല്ല സുഗന്ധമുള്ള ഒരു സാധനമാണ്. അപ്പോൾ മഹാലക്ഷ്മിനെ ആകർഷിക്കാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ആകർഷിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് കർപ്പൂരം എന്നാണ് പറയുന്നത്. അതിലുപരി എന്തെങ്കിലും മന്ത്രങ്ങളോ അല്ലെങ്കിൽ വെറുതെ വെച്ചാൽ മതിയോ എന്തെങ്കിലും പ്രൊസീജിയർ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ അലമാരികളിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത്, പണം വെക്കുന്ന സ്ഥലത്ത് കർപ്പൂരം വെക്കുമ്പോഴത്തേക്ക് അത് വലിയ കട്ടകളായിട്ട്, പച്ചക്കർപ്പൂരമാണ് വെക്കേണ്ടത്. അപ്പം അത് വലിയ കട്ടകളായിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുക. അതൊന്ന് ചെറിയ കട്ടകളായിട്ട് പൊടിച്ച് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ച്, മഹാലക്ഷ്മിനെ പ്രാർത്ഥിച്ച് വേണം ഈ പണത്തിൻ്റെ മുകളിൽ, അതായത് കോയിൻസ് ആണ് ഏറ്റവും നല്ലത്, ചെറിയ കോയിൻസ് ഉണ്ടല്ലോ, ഏറ്റവും വാല്യൂ കുറഞ്ഞ കോയിൻസ് ഒക്കെ, അതിൻ്റെ മുകളിൽ ഇത് വെക്കുക. അത് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് വെക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇങ്ങനെ അർപ്പണ മനോഭാവത്തോടാണോ? നമ്മുടെ പ്രാർത്ഥനയാണല്ലോ, നമ്മുടെ മനസ്സാണല്ലോ എല്ലാം. അപ്പം നമ്മുടെ പ്രാർത്ഥന എത്രത്തോളം അഗാധമാകുന്നു അത്രത്തോളം എളുപ്പത്തിൽ അതിന്റെ ഫലം കിട്ടും. വേറെന്തെങ്കിലും മന്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മഹാലക്ഷ്മിനെ ധ്യാനിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്, ഓം മഹാലക്ഷ്മി നമഃ എന്ന് 21 തവണയോ അല്ലെങ്കിൽ 107 തവണയോ ഉരുവിട്ടിട്ട് അങ്ങനെ ചെയ്താൽ ഫലം കൂടുതൽ കിട്ടും. അങ്ങനെയാണ്. ഇത് വയ്ക്കുന്ന സമയം ബ്രഹ്മമുഹൂർത്തത്തിലാണെന്നൊക്കെ പറയുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ, ആ ഒരു ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു സമയമാണല്ലോ. വെളുപ്പിനെ 3-നും 4-നും ഇടയ്ക്കുള്ള സമയം. ആ ഒരു സമയത്ത് വെച്ചാലും ഫലസിദ്ധി അത്രയും ഫാസ്റ്റ് ആയിരിക്കും. എലിസബത്ത് ഇത് എത്ര വർഷക്കാലമായി ചെയ്യുന്നു? ഞാൻ അങ്ങനെ വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പ്രദീപ് ജി. പിന്നെ ഞാൻ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴാണല്ലോ നമ്മൾ മാറി ചിന്തിക്കുക. അപ്പൊ അങ്ങനെ ഒരു 5 വർഷം ഏകദേശം, ഏറെക്കുറെ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി. മണി സോഴ്സ് കൂടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ആക്ച്വലി മണി സോഴ്സിന് വേണ്ടിയിട്ടായിരുന്നില്ല ഞാൻ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനും പലരുടെ അടുത്തും അറിവുകളൊക്കെ ചോദിച്ചും മനസ്സിലാക്കിയൊക്കെ. അപ്പോൾ ഞാൻ മെയിനായിട്ടും ജീവിതം കുറച്ചും കൂടി ബെറ്റർ ആവണം. മണി മാത്രമല്ല, മണി നമുക്ക് വാല്യൂബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ബെറ്റർ ആവണമല്ലോ. അപ്പോൾ അങ്ങനെയൊരു ലക്ഷ്യമായിരുന്നു. അതിലുപരി
ഈ നമ്മൾ ചെയ്യേണ്ട വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്യണമോ? കാരണം ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഞാൻ നോൺ വെജ് കഴിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എനിക്ക് നോൺ വെജ് കഴിച്ചുകൊണ്ട് ചെയ്യാമോ, വെജിറ്റേറിയനിലേക്ക് മാറേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ടും ബ്രഹ്മചര്യം നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ സാധാരണപ്പെട്ട എല്ലാവരുടെയും മനസ്സിൽ വരും. ഒന്ന് ക്ലാരിഫൈ കൊടുക്കാമോ? അതായത് ഞാനൊരു ഇപ്പൊ പ്രദീപ് ജി ആദ്യം പറഞ്ഞല്ലോ, ഞാനൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആളാണ്. അപ്പോൾ കുറച്ച് മന്ത്രാസൊക്കെ, ചില മന്ത്രങ്ങളൊക്കെ നമ്മൾ ആ ഒരു ശുദ്ധിയോടുകൂടിയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അത് അതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ എല്ലാം നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളതുണ്ടല്ലോ. അപ്പൊ അതങ്ങനെ ആ ഒരു രീതിയിൽ വളരെ വിശ്വാസത്തിൽ ശുദ്ധിയൊക്കെ വരുത്തി ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാറ്. ശരി. ഇത് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന ചേഞ്ചസ്, അതായത് മണി ഫ്ലോ അല്ല ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞു, ചേഞ്ചസ് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. അതായത് നമ്മളിപ്പോൾ എന്ത് മന്ത്രമാണേലും, ഇപ്പോൾ അത് ക്രിസ്ത്യനിലായിക്കോട്ടെ, ഹിന്ദുയിസത്തിലായിക്കോട്ടെ, ഈവൻ മുസ്ലിംസിലായിക്കോട്ടെ, അതിൽ നമ്മൾ എന്താണേലും ആ ഒരു കംപ്ലീറ്റ് ഡെഡിക്കേഷനിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പോലും അറിയാതെ കുറച്ച് ചേഞ്ചസ് വരും. അതായത് നമ്മൾ അതെങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആക്ച്വലി ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമുക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള പേഴ്സണാലിറ്റി, അതുപോലെ ബെറ്റർ റിലേഷൻ, പിന്നെ ആളുകളുണ്ടല്ലോ നല്ല കുറച്ചുകൂടി നമ്മുടെ പ്രൊഫൈലിനെക്കാളും നല്ല ആളുകൾ. അപ്പം അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫും ബെറ്റർ ആവുകയാണ്. അപ്പം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരി. ഇത് പറഞ്ഞല്ലാതെ ഈ പറയുന്ന പച്ചക്കർപ്പൂരമോ അല്ലെങ്കിൽ അതിനോടൊപ്പം ചെയ്യേണ്ട വേറെ എന്തെങ്കിലും മെറ്റീരിയൽസോ വേറെ എവിടെയെങ്കിലും വെക്കേണ്ട ആവശ്യമുണ്ടോ? ആക്ച്വലി പച്ചക്കർപ്പൂരം പൂജാമുറിയിൽ വെക്കും എന്ന് പറയും. അതായത് പൂജാമുറിയിൽ ചെറിയൊരു താലത്തിൽ, അത് ഈ പൂജാ സാമഗ്രികൾ കിട്ടുന്ന കടകളുണ്ടല്ലോ, അവിടെ കിട്ടും ചെറിയ താലങ്ങൾ. അതിനകത്ത് വെച്ച് കഴിഞ്ഞാലും ഇതുപോലെ വെച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴും ഇതുപോലെ ഫലസിദ്ധി കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അടുക്കളയിൽ നമ്മുടെ ഇപ്പം എല്ലായിടത്തും ഗ്യാസ് ആണല്ലോ, അപ്പം ഗ്യാസ് അടുപ്പിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ഗ്ലാസ് ബൗളിലോ അല്ലെങ്കിൽ ലോഹത്തിൻ്റെ ബൗളിലോ, ചെറിയ ബൗളിൽ, ഒരിക്കലും പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്. ഇതിൽ കല്ലുപ്പ്, നമ്മുടെ മറ്റുപ്പ് ഉപയോഗിക്കരുത്, പൊടിയുപ്പ് ഉപയോഗിക്കരുത്, കല്ലുപ്പിട്ട് അതിൻ്റെ മുകളിൽ കർപ്പൂരം ചെറിയ പീസുകളായിട്ട് പൊടിച്ച് മുകളിലിടുക. എന്നിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ, അടുപ്പിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കുക. പ്രാർത്ഥനയോടുകൂടി വേണം വെക്കാൻ. പിന്നെ ഉള്ളത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്രധാന വാതിലിൻ്റെ കട്ടിലല്ല നമ്മൾ ഒരു കുറി പോലെ തൊടുക. കുറി പോലെ തൊടുക. എന്തിൽ ചാലിച്ചു തൊടണം? അത് മഞ്ഞൾ പിന്നെ പനിനീർ വെള്ളം, അതിനകത്ത് വേണം ഇത് മിക്സ് ചെയ്യാൻ. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യണം. ഇതിൻ്റെ സയൻറ്റിഫിക് വശം എന്ന് പറയുന്നത് ഈ കർപ്പൂരത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് ടോട്ടലി ഒരു എന്താ പറയുക, നമ്മുടെ ബോഡിക്ക് ഉണർവേകുന്ന ഒരു ഫ്രാഗ്രൻസ് ഉണ്ടാക്കുന്നു, അപ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്നു. അതിലുപരി വേറെന്തെങ്കിലും ഒരു മിറക്കിൾ സംഭവിക്കുമോ? ഞാനൊരു വിശ്വാസത്തിനെയും എതിർത്ത് പറയുന്നതല്ല. സാധാരണപ്പെട്ട ജനങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന മനസ്സിനകത്തുണ്ടാകുന്ന സംശയങ്ങളുണ്ട്. ഇപ്പം പ്രദീപ് ജി അതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ കഥക് തുറന്ന് കയറി ചെല്ലുമ്പോൾ ഒരു ബാഡ് സ്മെല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും. അതേപോലെ നമ്മൾ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നമ്മളൊരു സുഗന്ധം നമ്മുടെ മൂക്കിലേക്ക് വരും. അപ്പം മൂക്കിലുള്ള ചെറിയ നെർവ്സ് ഒക്കെ ഉത്തേജനം വരും. അപ്പോൾ അതും കൊണ്ട് നമുക്ക് കുറേ സിഗ്നൽസ് കിട്ടുന്നുണ്ട് നമ്മുടെ ബ്രെയിനിന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം ഈ വിശ്വാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. എനിക്ക് അതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ടൊന്നും അറിയില്ല, ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ശരി. അപ്പോൾ എലിസബത്ത് പറഞ്ഞതുപോലെ ഒരാളുടെ ലൈഫിൽ ഒരു ബെറ്റർ എൻഹാൻസ്മെൻറ്റിന് വേണ്ടി, അവരുടെ ഒരു മൈൻഡ് ബ്ലോക്ക് മാറുന്നതിന് വേണ്ടി, അവരുടെ നെഗറ്റീവ് എലമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ വീട്ടിൽ വരിക, സ്വാഭാവികമായിട്ട് മണി ഫ്ലോ കൂടുക, ഇതിനെല്ലാം ഈ പറയുന്ന പച്ചക്കർപ്പൂരമോ ഈ ഇൻഗ്രീഡിയൻസ് ഉപകരിക്കുകയാണെങ്കിൽ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് ഹിന്ദുയിസത്തിലാണ് പച്ചക്കർപ്പൂരം, അതായത് നമ്മൾ കൂടുതൽ അമ്പലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ മുസ്ലിംസിൽ അവർ ഉപയോഗിക്കുന്ന ഊതാണ് അതിന് വേണ്ടിയിട്ട്. നമ്മൾ ഇപ്പൊ ചിലപ്പോ പള്ളികളിലൊക്കെ അതൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇതെല്ലാം ഓരോ വിശ്വാസത്തിന്റെ ഭാഗം. അപ്പൊ എന്തായാലും വിശ്വസിക്കുന്നവർക്ക് 100% റിസൾട്ട് കിട്ടട്ടെ. പക്ഷേ എന്ത് ചെയ്യണമെങ്കിലും ഒരു ആത്മസമർപ്പണത്തോടു കൂടി നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും അതിലുപരി രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുകയും ആ സമയത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ പറയുന്ന 21 തവണയോ 41 തവണയോ ഉരുക്കഴിച്ച് പൂർണ്ണമായിട്ട് ഈ എലിസബത്ത് പറയുന്ന പ്രൊസീജിയർ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ
100% സത്യങ്ങളായി മാറട്ടെ, റിസൾട്ട് ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.